കൊച്ചി ഉദയംപേരൂർ IOC പ്ലാന്റിൽ മിന്നൽ സമരം. പാചകവാതക വിതരണം നിലച്ചു. ശമ്പളം മുടങ്ങിയെന്ന് പരാതിപ്പെട്ട് CITUവിന്റെ നേതൃത്വത്തിലാണ് സമരം. 236 LPG ലോറികൾ സിലിണ്ടറുകൾ നിറച്ച് പോകാനാകാതെ കെട്ടിക്കിടക്കുകയാണ്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, പ്രധാനമായും എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ഒരു മിന്നൽ സമരം? ശമ്പള വിതരണം മുടങ്ങി എന്ന് പരാതിപ്പെട്ടുകൊണ്ടാണ് ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ ഇന്ന് രാവിലെ 6 മണി മുതൽ ഉദയംപേരൂർ IOC പ്ലാന്റിൽ സമരം ആരംഭിച്ചത്. ഈ സമയം അവിടെ 13 ലോറികൾ ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കാനായി ഉണ്ടായിരുന്നു. ഇതിൽ ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കാൻ തയ്യാറായിരുന്നില്ല. ഗ്യാസ് ഫില്ലിംഗ് അടക്കമുള്ളത് കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും ഇതിന്റെ നോബ് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ക്യാപ്പ് മാറ്റിക്കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തൊഴിലാളികളായിരുന്നു ചെയ്യേണ്ടത്. ഇതോടെ 6 മണി മുതൽ തന്നെ ഗ്യാസ് ഫില്ലിംഗ് പൂർണ്ണമായും തന്നെ മുടങ്ങി. ഇതിനിടയിൽ കൂടുതൽ ലോറികൾ ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് വേണ്ടി പാചകവാതക സിലിണ്ടറുകളും ഒപ്പം തന്നെ വാണിജ്യ സിലിണ്ടറുകളും നിറയ്ക്കുന്നതിനായി പുറത്തേക്ക് എത്തിയിരുന്നു. അങ്ങനെ ആകെ 236 ലോറികളാണ് ഉദയംപേരൂർ IOC പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ കരാറുകാരൻ നടത്തുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നും ശമ്പളത്തിന്റെ കാര്യത്തിൽ ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉറപ്പ് ലഭിക്കണം എന്ന ഒരു ആവശ്യം തൊഴിലാളികൾ ഉന്നയിക്കുന്നു. 200ഓളം തൊഴിലാളികളാണ്, ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ തൊഴിലാളികളാണ് ഇപ്പോൾ സമരത്തിലുള്ളത്. അതിനുശേഷം ഈ ഒരു സമരം പിൻവലിച്ചില്ലെങ്കിൽ 5 ജില്ലകളെയാണ് കാര്യമായി ബാധിക്കുക. തൃശൂർ, എറണാകുളം, കോഴിക്കോട്, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലേക്കുള്ള ലോഡുകളാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്. ഈ ഒരു മിന്നൽ സമരം അത് ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ 5 ജില്ലകളിലെ പാചകവാതക വിതരണത്തെ കാര്യമായി തന്നെ ബാധിക്കുന്ന നിലയിലാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്കും അല്ലെങ്കിൽ വേഗത്തിൽ സമരം തീർക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നതാണ് ആവശ്യം. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.